ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ഷടാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹം രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ഹാർദവമായ സ്വാഗതം. ആദ്യമായി മേടക്കൂറ്. മേടക്കൂറ് എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക കാല് എന്ന്, അതായത് കാർത്തികയുടെ ആദ്യത്തെ 15 നാഴിക അടങ്ങുന്നതിനെയാണ് മേടക്കൂറ് എന്ന് പറയുന്നത്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ള പൊതുഫലമാണ് പറയുന്നത്. ഇപ്പോൾ അവർക്ക് ലഗ്നാധിപൻ അവർക്ക് ചൊവ്വയാണ്. കൂറിൻ്റെ അധിപൻ ചൊവ്വയാണ്. ആ ചൊവ്വ ഇപ്പോൾ 6ാം ഭാവത്തിൽ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നു. ചൊവ്വ 6ൽ നിൽക്കുമ്പോൾ ദോഷമില്ല എന്ന് പറയുമെങ്കിലും ലഗ്നാധിപനാകയാലും അതുപോലെ ശത്രുക്ഷേത്രത്തിലാകയാലും ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന് പറയണം. വയറിനൊക്കെ അസുഖങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് പറയണം. അതുപോലെ 2ാം ഭാവത്തിൽ 2ാം ഭാവാധിപൻ ശുക്രനാണ്. 2ാം ഭാവം നമ്മൾ അത് പ്രമാണം പറയുന്നത് ഭർത്തവ്യാമയ ദക്ഷിണാംബകരുജോ എന്നാണ്. അപ്പോൾ നമ്മളാൽ ഭരിക്കപ്പെടേണ്ടത്, അതായത് നമ്മുടെ കുടുംബം തന്നെ, കുടുംബമാണല്ലോ നമ്മളാൽ ഭരിക്കപ്പെടേണ്ടത്. അപ്പം നമ്മളാൽ ഭരിക്കപ്പെടേണ്ടുന്നവർക്കും ഇവിടെ കാര്യങ്ങളും ധനകാര്യവും ഒക്കെയാണ് 2ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. ആ 2ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 3ാം ഭാവത്തിൽ ബന്ധുക്ഷേത്രത്തിൽ ശത്രുയുക്തനായിട്ട് നിൽക്കുന്നു. അപ്പോൾ ശുക്രൻ്റെ ഫലം പൂർണ്ണമായി ലഭിക്കുകയില്ല, എന്നാൽ തീരെ ലഭിക്കുകയില്ല എന്ന് പറയാൻ പറ്റില്ല. മധ്യമമായിട്ട് സാമ്പത്തികമായ ഗുണമുണ്ടാകും. എന്നാൽ അതേ സമയത്ത് പൂർണ്ണമായി ശുക്രനല്ലേ, അതുകൊണ്ട് ശുക്രൻ്റെ ഫലം പൂർണ്ണമായി കിട്ടിയെന്ന് പറയാനും പറ്റില്ല. അതുപോലെ ചെറിയ ചെറിയ അസുഖങ്ങളും കുടുംബത്തിൽ ഉള്ളവർക്ക് കണ്ടേക്കാം. ഇനി 3ാം ഭാവം. 3ാം ഭാവം നിൽക്കുന്നത് വ്യാഴവും ശുക്രനുമാണ്. 3ാം ഭാവാധിപൻ ആയിട്ടുള്ള ബുധൻ, 3ാം ഭാവം വരുന്നത് മിഥുനമാണ്. ആ മിഥുനത്തിൻ്റെ അധിപനായിട്ടുള്ള ബുധൻ
ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾ, അമ്മയ്ക്കൊക്കെ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അതിന് അല്പം ശമനം വരുന്ന സമയമാണ്. അമ്മാമനെ കൊണ്ട് ഗുണം കിട്ടുന്ന സമയമാണ്. അങ്ങനെ വരുന്നു 4-ാം ഭാവം. 5-ാം ഭാവം മനസ്സ്, സന്തതി, പൂർവ്വപുണ്യം എന്നുള്ളതിൻ്റെയൊക്കെ പൂർവ്വപുണ്യത്തിന് 9-ാം ഭാവവും 5-ാം ഭാവവും പറയും. അത് ഈ 3-ലും ഉള്ള കാര്യമാണ് 5-ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത്. 5-ാം ഭാവത്തിൻ്റെ അധിപൻ സൂര്യനാണ്. ആ സൂര്യൻ ഇപ്പം നിൽക്കുന്നത് 4-ാം ഭാവത്തിലാണ്, ബന്ധുക്ഷേത്രത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ അവിടെ ശിഖി കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ ദോഷങ്ങളുണ്ടാവും. ഗുണങ്ങളില്ല എന്ന് പറയാൻ പറ്റില്ല, ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് എന്ന് പറയുന്നു. സൂര്യൻ നിൽക്കുന്നതിൻ്റെ, സൂര്യൻ്റെ രാശി, സൂര്യൻ ബന്ധുക്ഷേത്രം നിൽക്കുന്നുകൊണ്ടുള്ള ഗുണവുമുണ്ട്, അത് അവിടെ ശിഖി നിൽക്കുന്നുകൊണ്ടുള്ള ദോഷവുമുണ്ട്. മനസ്സിന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. സന്തതികൾക്ക് ചെറിയ ചെറിയ ദോഷങ്ങളും ഒക്കെ കാണുന്ന ഒരു സമയമാണ് 5-ാം ഭാവം. 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് ചൊവ്വയാണ്. ആദ്യം പരാമർശിച്ചതുപോലെ തന്നെ 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് ചൊവ്വ. അധിപൻ ഇപ്പോൾ ബന്ധുക്ഷേത്രത്തിലാകയാൽ വിവാഹം നടക്കാത്തവർക്ക് ഇപ്പോൾ വിവാഹം നടക്കാൻ ഉള്ള ഒരു ചാൻസ് തെളിഞ്ഞു കാണുന്നു. അതുപോലെ അവരുടെ വിവാഹ ജീവിതവും അല്പം സന്തോഷകരമായിരിക്കാനുള്ള സാധ്യത കാണുന്നു. കളഞ്ഞു പോയിട്ടുള്ള മുതൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് ലഭിക്കാനുള്ള സാധ്യതയും തെളിഞ്ഞു കാണുന്നു. 8-ാം ഭാവം വൃശ്ചികമാണ്. ആ വൃശ്ചികത്തിൽ ആരുമില്ല. വൃശ്ചികത്തിൻ്റെ അധിപനായിട്ടുള്ള കുജൻ ഇപ്പോൾ 6-ാം ഭാവത്തിൽ നിൽക്കുകയാണ്, ശത്രുക്ഷേത്രത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ 8-ാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നത് ആയുസ്, മരണം തുടങ്ങിയവയാണ്. അത് 6-ാം ഭാവത്തിലുള്ള ബുധൻ, 6-ാം ഭാവാധിപൻ ബുധനാണെങ്കിൽ കൂടി ആ ബുധൻ ശത്രുക്ഷേത്രത്തിലായതുകൊണ്ടും അതുപോലെ 6-ാം ഭാവത്തിൽ നിൽക്കുന്ന കുജൻ ശത്രുക്ഷേത്രത്തിലായതുകൊണ്ടും അപകടങ്ങൾ പറ്റാതെയും, വാഹനാപകടങ്ങൾ പറ്റാതെയും മറ്റുള്ള രീതിയിലുള്ള അപകടങ്ങൾ പറ്റാതെയും വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പറയാം. മരണം യോഗമൊന്നുമില്ല, മൃത്യുയോഗമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെയുള്ള അപകടങ്ങൾ പറ്റാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. അടുത്തത് 9-ാം ഭാവം. ഇത് വളരെ സംബന്ധിക്കുന്ന ഭാവമാണ് 9-ാം ഭാവം. 1 ഭാഗ്യം, ധനം, പിതൃപുണ്യം അഥവാ പിതൃക്കളുടെ പ്രീതി, ഗുരുക്കളുടെ പ്രീതി, ഇതൊക്കെ 9-ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. ആ 9-ാം ഭാവാധിപൻ വ്യാഴമാണ്. മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 9-ാം ഭാവാധിപൻ വ്യാഴമാണ്. ആ വ്യാഴം ഇപ്പോൾ നിൽക്കുന്നത് ശത്രുക്ഷേത്രത്തിലാണ്. പക്ഷേ എങ്കിലും ശത്രുക്ഷേത്രമാണെങ്കിൽ കൂടി അത് ശുഭക്ഷേത്രമായതുകൊണ്ട് അത്രയ്ക്ക് കൂടുതൽ അതിന് ദോഷഫലങ്ങൾ ബാധിക്കില്ല. എന്നാൽ ബാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ചെറുതായിട്ട് ആ ശത്രുക്ഷേത്ര സ്ഥിതിയുടെ ദോഷങ്ങൾ ചെറുതായിട്ട് കിട്ടും. അതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി സഹസ്രനാമാർച്ചനയോ പാൽപ്പായസമോ കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ മേടക്കൂറുകാർ വിഷ്ണു ക്ഷേത്രത്തിൽ അവനവൻ്റെ നക്ഷത്രം തോറും സഹസ്രനാമാർച്ചനയോ പാൽപ്പായസമോ അതുപോലെ വിഷ്ണു പ്രീതികരമായിട്ടുള്ള എന്ത് ചെയ്യുന്നതും വളരെ സന്തോഷമാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കുജൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് കുജൻ യുഗ്മക്ഷേത്രത്തിൽ നിൽക്കയാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ അർച്ചനയോ ചുവന്ന പട്ട് ചാർത്തുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ ദോഷനിവാരണത്തിന് ഉത്തമമാണ്. ഇനി അടുത്തത് 10-ാം ഭാവം. 10-ാം ഭാവം വരുന്നത് മകരമാണ്.
വാക്തർക്കങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ വഴിയുണ്ട്. കീഴുദ്യോഗസ്ഥരിൽ നിന്ന് ചെറിയ ചെറിയ വാക്തർക്കങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. വാക്തർക്കങ്ങളിൽ ഏർപ്പെടുന്നതോ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി ഇടപെടുന്നതോ വളരെയധികം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. പോരാത്തതിന് ഇപ്പോൾ മേടം നക്ഷത്രക്കാർക്ക് മേടം കൂറുകാർക്ക് 7.5 ശനിയാണ്. 7.5 ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനി 12-ലും ലഗ്നത്തിലും 2-ലും സഞ്ചരിക്കുന്ന സമയത്ത് ഉള്ള കാലത്തിന് 7.5 ശനി എന്നാണ് പറയുക. അപ്പോൾ മേടക്കൂറുകാർക്ക് ശനി 12-ലാണ്. അപ്പോൾ ഭ്രംശസ്ഥാനത്താണ് ശനി നിൽക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഭ്രംശം, എന്തെങ്കിലും ഒരു അധപ്പതനം ചെറുതായിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ അടുത്തത് 11-ാം ഭാവം. 11-ാം ഭാവം എന്ന് പറഞ്ഞാൽ ലാഭത്തിൻ്റെ ഭാവമാണ്. ലാഭം, നേട്ടം തുടങ്ങിയവയുടെ ഭാവമാണ്. 12-ന്റെ നേരെ വിപരീതമാണ് 11. 12 നഷ്ടത്തിൻ്റെയും പതനത്തിൻ്റെയും ഭാവമാണ്. 11 ലാഭത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഭാവമാണ്. അപ്പോൾ 11-ൽ വരുമ്പോൾ ലാഭം എത്ര ഉണ്ടാവും എന്നാണ് ചിന്തിക്കുന്നത്. അത് ഈ ശനിയുടെ 12-ാം ഭാവാധിപത്യം 11-ാം ഭാവം എന്നാൽ ലാഭത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഭാവമാണ്. അതും ഈ ശനി 12-ാം ഭാവത്തിലേക്ക് പോയതുകൊണ്ട് വലിയ സാമ്പത്തിക നേട്ടം ഈ സമയത്ത് പ്രതീക്ഷിക്കേണ്ട. ചെറിയ തോതിലുള്ള ഇതേ ഉണ്ടാവുള്ളൂ. അതുപോലെ 12-ാം ഭാവം നേരത്തെ പറഞ്ഞ മാതിരി പതനത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും ഒക്കെ ഇതാണ് ഭാവമാണ്. അത് കുറച്ച് നഷ്ടങ്ങളൊക്കെ ഈ സമയത്ത് നേരിടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ പറയണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അവർക്ക് 7.5 ശനി ആയതുകൊണ്ട്, ഈ മേടക്കൂറുകാർക്ക് 7.5 ശനി ആയതുകൊണ്ട് ശനി ഭഗവാനെ ഭജിക്കുന്നത്, ശനിയാഴ്ച ദിവസം വ്രതമെടുക്കുന്നത്, നീരാജനം കത്തിക്കുന്നതൊക്കെ വളരെ വിശേഷമാണ്. ഈ ശനിദോഷം മാറിക്കിട്ടുന്നതിന് വളരെ വിശേഷമാണ്. ഇനി ഇടവക്കൂറ്. ഇടവക്കൂറിൻ്റെ അധിപൻ ശുക്രനാണ്. ആ ശുക്രൻ നിൽക്കുന്നത് ഇപ്പോൾ ബന്ധുക്ഷേത്രത്തിലാണ്, പക്ഷേ ശത്രുയുക്തനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ലഗ്നത്തിൽ അവർക്കും തന്നെ ലഗ്നം ശരീരമാണ് ലഗ്നം എന്ന് പറയുന്നത്. ആ ശരീരത്തിൽ ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാലാംഗാനി ശിരോ എന്ന് പറയുന്ന മുഖത്ത് കിട്ടിയ ധനത്തെ പാഴ്ചൽ ആ കർക്കടത്തിൻ്റെ അധിപതി ചന്ദ്രനാണ്. ചന്ദ്രൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. അവിടെ നിൽക്കുന്നത് ഇപ്പോൾ സൂര്യനും ബുധനുമാണ്. ആ ബുധൻ ഇപ്പോൾ ശത്രുക്ഷേത്രത്തിലാണ്. അമ്മ, അമ്മാവൻ,
അപ്പോൾ നമുക്ക് ചൊവ്വ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. എന്തെങ്കിലും സാമ്പത്തികമായ നഷ്ടങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചീത്തപ്പേരുകളോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രദ്ധിക്കണം. 2ഉം 3ഉം തവണ ചിന്തിച്ചേ ഒരു കാര്യത്തിൽ ഇറങ്ങാൻ പാടൂ എന്ന് പ്രത്യേകം പറയുകയാണ്. സന്താനങ്ങൾക്ക് ചെറിയ ചെറിയ ദോഷങ്ങളുണ്ട്, അതും വളരെയധികം ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ സൂക്കേടുകൾ കണ്ടാൽ അത് ഉടനെ തന്നെ ചികിത്സിച്ച് കൊണ്ടുപോകണം. അത് നിസ്സാരമാക്കി കരുതരുത്. ഉടനെ തന്നെ അത് ചികിത്സിച്ച് യഥാവിധി മാറ്റാനായിട്ട് ശ്രമിക്കണം എന്ന് പറയുകയാണ്. അതുപോലെ 6ാം ഭാവം വരുന്നത് ശുക്രൻ്റെ രാശിയായിട്ടുള്ള തുലാമാണ്. 6ാം ഭാവം തടസ്സം, കള്ളന്മാർ, അതുപോലെ ആയുധം കൊണ്ടുള്ള രോഗം തുടങ്ങിയൊക്കെയാണ് 6ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. അപ്പം ഇവിടെ ശുക്രൻ ബന്ധുക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് ശത്രുക്കളോ കള്ളന്മാരോ എന്നുള്ള അങ്ങനത്തെയുള്ള ഭീതികൾ ഒന്നുമില്ല. അതുപോലെ വലിയ സൂക്കേടുകൾക്കും ചാൻസ് കാണാനില്ല. ചെറിയ ചെറിയ സൂക്കേടുകൾ ഉണ്ടാവും, അതൊന്നും സാരമില്ല. അത്ര 6ാം ഭാവം കൊണ്ടേക്ക് കൂടുതൽ ചിന്തിക്കാനില്ല. ഇനി 7ാം ഭാവം. 7ാം ഭാവം വിവാഹ കാര്യമാണ്. വിവാഹം, വിവാഹ ജീവിതം, കളഞ്ഞുപോയ മുതൽ തുടങ്ങിയൊക്കെയാണ് 7ാം ഭാവം. ആ 7ാം ഭാവത്തിൻ്റെ അധിപൻ ചൊവ്വയാണ്. ആ ചൊവ്വ ഇപ്പോൾ ശത്രുക്ഷേത്രത്തിലായതുകൊണ്ട് ഇടവക്കൂറുകാർക്ക് ഇപ്പോൾ വിവാഹം ആലോചിച്ച് വെച്ചാൽ ഇപ്പം നടക്കുമെന്ന് പറയാൻ പറ്റില്ല. വിവാഹം കഴിഞ്ഞവർക്ക് വിവാഹ ജീവിതത്തിൽ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം. അതൊക്കെ അറിഞ്ഞ് പരസ്പരം ഐക്യപ്പെട്ട് പോകണമെന്ന് പറയാം. അതുപോലെ അടുത്തത് 8ാം ഭാവം. 8ാം ഭാവത്തിൻ്റെ അധിപൻ ധനുരാശിയാണ്. അത് വ്യാഴമാണ് അധിപൻ. ആ ധനുരാശിയുടെ അധിപൻ വ്യാഴം ഇപ്പോൾ നിൽക്കുന്നത് ശത്രുക്ഷേത്രത്തിലാണ്, മിഥുനത്തിലാണ് നിൽക്കുന്നത്. അതുതന്നെ 8ാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നത് മരണം, രോഗം തുടങ്ങിയൊക്കെയാണ്. അപ്പം 6ാം ഭാവം കൊണ്ട് രോഗം പറഞ്ഞില്ലെങ്കിലും ഈ 8ാം ഭാവം കൊണ്ട് ചെറുതായ രോഗം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ രോഗങ്ങൾ എന്തെങ്കിലും സൂചന കണ്ടാൽ ആദ്യമേ ചികിത്സിക്കണം. അത് വെച്ച് നിസ്സാരമാണ്, അത് കുഴപ്പമില്ല എന്ന് വിചാരിച്ചിരിക്കരുത്. ആദ്യമേ രോഗം കണ്ടാൽ ചികിത്സിക്കണമെന്ന് പറയാം. അതുപോലെ 9ാം ഭാവം. 9ാം ഭാവം എന്നുള്ളത് പ്രധാനപ്പെട്ട ഭാവമാണ്. നമ്മുടെ ഭാഗ്യം, നമ്മുടെ ധർമ്മം, ധനം, അതുപോലെ പിതൃക്കളുടെ പ്രീതി, ഗുരുക്കന്മാരുടെ പ്രീതി, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന് വളരെയധികം അത്യാവശ്യമുള്ള കാര്യമല്ലേ. അപ്പോൾ ഇതൊക്കെ നിർണ്ണയിക്കുന്നത് 9ാം ഭാവമാണ്. ആ 9ാം ഭാവത്തിൻ്റെ അധിപൻ ശനിയാണ്. 9ാം ഭാവം മകരമാണ്. അപ്പോൾ ശനി ഇപ്പോൾ നിൽക്കുന്നത് വ്യയസ്ഥാനത്ത് അല്ലെങ്കിൽ നഷ്ടസ്ഥാനത്താണ്. അതുകൊണ്ട് ഇവരുടെയൊക്കെ ചെറിയ അപ്രീതിക്ക് കാരണമാകും. ഗുരുവിൻ്റെ അപ്രീതി, അതുപോലെ പിതൃക്കളുടെ അപ്രീതി, ഇതൊക്കെ കാരണം വലിയ നഷ്ടങ്ങൾ വരാതെ എന്നാൽ ചെറിയ ചെറിയ നഷ്ടങ്ങൾ വന്നുകൊണ്ട് ആ രാശിക്കാർക്ക് 11ാം ഭാവം വലിയ കുഴപ്പമില്ലാതെ വരും. അടുത്തത് 11ാം ഭാവം മീനം. മീനം രാശി വ്യാഴത്തിൻ്റെ രാശിയാണ്. അവിടെയാണ് ശനി നിൽക്കുന്നത്. ആ ശനി നിൽക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പമില്ലാത്തതാണ്. അവർക്ക് ഇടവക്കൂറുകാർക്ക് 7.5 ശനിയൊന്നുമില്ല. അതുകൊണ്ട് വലിയ കുഴപ്പം ഇല്ല. ഇനി 12ാം രാശി, അതായത് 12ാം ഭാവം വരുന്നത് മേടമാണ്. മേടത്തിൻ്റെ അധിപൻ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുകയായതുകൊണ്ട് ഇവർക്ക് ഈ നേരത്തെ പറഞ്ഞതായ വ്യയം, നഷ്ടം തുടങ്ങിയവ വരാൻ ചാൻസ് ഉണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കണം. ഇങ്ങനെ ഇവർക്ക് മൊത്തം പറഞ്ഞാൽ ഇടവക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലം. അല്പം സാമ്പത്തിക ലാഭവും, എന്നാൽ അതിൻ്റെ കൂടെ
സൂക്കേടുകളും ചെറിയ ചെറിയ സൂക്കേടുകളും കുട്ടികൾക്ക് അസുഖങ്ങളും ഇങ്ങനെയെല്ലാം കലർന്ന ഒരു ഗുണദോഷ സമ്മിശ്രമായ ഫലമാണ് ഇടവക്കൂറുകാർക്ക് വരുന്നത്. ഇനി അടുത്തത് വരുന്നത് മിഥുനക്കൂറ്. അതായത് മിഥുനക്കൂറ് എന്ന് പറയുമ്പോൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ അരയും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യത്തെ 3 ഭാഗവും പുണർദത്തിൽ മുക്കാലും. ഈ രാശിയുടെ അധിപൻ ബുധനാണ്. ആ ബുധൻ നിൽക്കുന്നത് ഇപ്പോൾ കർക്കടത്തിലാണ്. ആ കർക്കടം എന്നുള്ള ബുധന് ശത്രുരാശിയാണ്. അപ്പോൾ ശരീരത്തിൽ ചെറുതായിട്ട് അസുഖങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഈ രാശിക്കാർക്ക്. ഭാവം ചിങ്ങം, 3-ാം ഭാവം ചിങ്ങം. ചിങ്ങത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ടുള്ള സൂര്യൻ വരുമ്പോൾ, അതായത് ആഗസ്റ്റ് 17-ാം തീയതി ശേഷം, ഇപ്പോൾ അല്പം ദോഷമാണെങ്കിലും 3-ാം ഭാവത്തിലേക്ക് സ്വക്ഷേത്ര ബലവാനായിട്ടുള്ള നാലാം ഭാവം പരദൈവങ്ങളുടെയും മാതാവ്, മാതുലൻ, അതുപോലെ കന്നുകാലികളുണ്ടെങ്കിൽ അവരുടെ, അതുപോലെ കിണർ തുടങ്ങിയ ജലാശയങ്ങളുടെയൊക്കെ ഭാവമാണ്. ഈ 4-ാം ഭാവത്തിൽ നിൽക്കുന്നത് ചൊവ്വയാണ്. ഈ 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ശത്രുക്ഷേത്രത്തിലാണ്. 4-ാം ഭാവാധിപനായിട്ടുള്ള ബുധനും ശത്രുക്ഷേത്രത്തിലാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം, മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അമ്മാമൻ അതുപോലെ പരദൈവങ്ങളെ തുടങ്ങിയവർക്കൊക്കെ കുറച്ച് ദോഷകാലമാണെന്ന് പറയാം. അവരുടെയൊക്കെ അപ്രീതി നമുക്ക് ഉണ്ടാകാം, അല്ലെങ്കിൽ അവർക്ക് വല്ല അസുഖങ്ങളും ഉണ്ടാകാം. ഇതൊക്കെ കണ്ടറിഞ്ഞ് വളരെയധികം ശ്രദ്ധിച്ച് വേണം പെരുമാറാൻ. പരദൈവങ്ങളുടെ അടുത്തൊക്കെ പോയി തൊഴുത് അവരെ പ്രസാദിപ്പിക്കണം. പരദൈവ ക്ഷേത്രങ്ങളിലൊക്കെ പറ്റുന്ന സമയങ്ങളിലൊക്കെ പോയി പ്രസാദിപ്പിക്കണം. വരുന്നത് വൃശ്ചികം. ശത്രുക്ഷേത്രത്തിൽ ചൊവ്വ നിൽക്കുന്നതുകൊണ്ട് 6-ാം ഭാവം രോഗം, ആയുധം കൊണ്ടുള്ള മുറിവ് അല്ലെങ്കിൽ ആയുധം കൊണ്ടുള്ള മരണം, അതുപോലെ കള്ളന്മാർ, തടസ്സം തുടങ്ങിയവ കാര്യത്തിൻ്റെ ഭാവമാണ്. അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു ചെറുതായ ദോഷമാണ് വരുന്നത് എന്ന് തന്നെ പറയാം. ഈ മിഥുനം രാശിക്കാർക്ക് കള്ളന്മാരിൽ നിന്നുള്ള ശല്യം ഉണ്ടാകാതെ വളരെയധികം ശ്രദ്ധിക്കണം.
രോഗങ്ങൾ വരാതെ വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മർമ്മസ്ഥാനത്ത് തന്നെ രോഗം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ ഉടനെ തന്നെ തുടക്കത്തിൽ തന്നെ ചികിത്സിച്ച് മാറ്റണം. പിന്നെ അടുത്തത് ഏഴാം ഭാവം വരുന്നത് ധനുവാണ്. ധനുവിൻ്റെ അധിപതി വ്യാഴമാണ്. വ്യാഴം ഇപ്പോൾ ശത്രുക്ഷേത്രത്തിൽ നിൽക്കൊണ്ട് ഏഴാം ഭാവം പറഞ്ഞത് വിവാഹം, വിവാഹ ജീവിതം, കളഞ്ഞുപോയ മുതൽ തുടങ്ങിയവയൊക്കെയാണ്. അപ്പം അതുകൊണ്ട് വിവാഹം ഇപ്പോൾ ഇവർക്കും തന്നെ വിവാഹം നടക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഈ സമയത്ത് നടക്കില്ല. വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്ര സ്ഥിതിയായിട്ടുള്ള കർക്കിടകത്തിലേക്കുള്ള പ്രയാണം സമയത്തെ നടക്കാൻ ചാൻസ് ഉള്ളൂ. അങ്ങനെ 7. എട്ടാം ഭാവം മകരമാണ്. മകരത്തിൻ്റെ അധിപതിയായിട്ടുള്ള ശനി പോയി നിൽക്കുന്നത് ഇപ്പോൾ 10ാം ഭാവമായിട്ടുള്ള മീനത്തിലാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമശനിയാണ്. അഷ്ടമശനിയല്ല, അഷ്ടമാധിപനാണ് ശനി. അതുകൊണ്ട് അതിൻ്റെ ചെറുതായ ദോഷം കാണും. അഷ്ടമാധിപനായതുകൊണ്ട് ചെറുതായ ദോഷം കാണും. എന്നാൽ ശനി ശുഭക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് വലിയ ദോഷവുമില്ല. അതുകൊണ്ട് അഷ്ടമാധിപനായതുകൊണ്ട് ശനിയെ ഭജിക്കണം, ശനിക്ക് നീരാഞ്ജനം ചെയ്യണം. ശാസ്ത്രഭജനവും വളരെ അത്യാവശ്യമാണ്. അടുത്തത് 9ാം ഭാവം കുംഭം. അതിൻ്റെയും അധിപൻ ഈ ശനി തന്നെയാണ്. അപ്പോൾ 9ാം ഭാവം എന്നുള്ളത് ഞാൻ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഭാവമാണ്. ഭാഗ്യം, ധനം, പിതൃപ്രീതി, ഗുരുപ്രീതി തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ടും അതിൻ്റെ അധിപൻ ശനി ആയതുകൊണ്ടും അതിനെയൊക്കെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി നീരാജനം ചെയ്യുന്നതും ശാസ്ത്രഭജനം ചെയ്യുന്നതും അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുന്നതൊക്കെ വളരെയധികം നല്ലതാണ്. അതുപോലെ അടുത്ത 10ാം ഭാവം അത് വ്യാഴത്തിൻ്റെ ക്ഷേത്രമാണെങ്കിൽ ഇപ്പോൾ അവിടെ നിൽക്കുന്നത് ശനിയാണ്. ആ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തുക, ഒപ്പം ഈ ശനിയെയും പ്രീതിപ്പെടുത്തുക എന്നുള്ളത് ചെയ്യുക. 10ാം ഭാവത്തിന് വേണ്ടി ജോലിയിൽ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുക. ഇനി 11ാം ഭാവം വരുന്നത് മേടമാണ്. ലാഭത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഒക്കെ ഈശ്വരാധീനത്തിൻ്റെയും ഒക്കെ സ്ഥാനമാണ് 11ാം ഭാവം. അത് വരുന്നത് മേടമാണ്. ആ മേടത്തിൻ്റെ അധിപതി ചൊവ്വയാണ്. ആ ചൊവ്വ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് വലിയ ലാഭമോ നേട്ടമോ ഈ സമയത്ത് പ്രതീക്ഷിക്കേണ്ട. ചൊവ്വയുടെ മാറ്റത്തിലേ അത് നമുക്ക് ആ ഒരു ഇത് പ്രതീക്ഷിക്കാൻ പറ്റൂ, ആ ഒരു നേട്ടം പ്രതീക്ഷിക്കാൻ പറ്റൂ, ലാഭം പ്രതീക്ഷിക്കാൻ പറ്റൂ. അടുത്തത് 12ാം ഭാവം വരുന്നത് ഇടവത്തിൻ്റെ അധിപതി ശുക്രനാണ്. ആ ശുക്രൻ നിൽക്കുന്നത് ഇപ്പോൾ ലഗ്നത്തിലാണ്. അതായത് ശുക്രൻ നിൽക്കുന്നത് ഇപ്പോൾ മിഥുനത്തിൽ തന്നെയാണ്. അപ്പോൾ ബന്ധുക്ഷേത്രത്തിലായതുകൊണ്ട് ആ 11ാം ഭാവത്തിൻ്റെയും 12ാം ഭാവത്തിൻ്റെയും കലർന്ന ഫലം. 11ാം ഭാവം കൊണ്ട് നേട്ടം ഉണ്ടാവില്ലെങ്കിലും 12ാം ഭാവത്തിൽ പിന്നെ ശുക്രൻ 12ാം ഭാവാധിപനായാൽ വലിയ കുഴപ്പമില്ല എന്ന് പറയും. മറ്റ് ഗ്രഹങ്ങളൊക്കെ 12ൽ നിന്നാൽ ദോഷമുണ്ടെങ്കിലും ശുക്രൻ 12ൽ നിന്നാൽ ദോഷമില്ല എന്നുള്ളത് കൊണ്ട് ശുക്രൻ 12ാം ഭാവാധിപനായതുകൊണ്ട് നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങളെ ലഘൂകരിക്കാൻ സാധിക്കും എന്ന് പറയാം. വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുകയില്ലെങ്കിലും വലിയ സാമ്പത്തിക നഷ്ടങ്ങളുമില്ലാതെ ഒരു സാമാന്യേന സാമ്പത്തിക സ്ഥിതി ഉണ്ടാവും എന്ന് പറയാം. അടുത്തത് കർക്കടം രാശി എന്ന് പറയുമ്പോൾ പുണർദത്തിൽ കാലും പൂയവും ആയില്യം. ഇത് ചന്ദ്രന് ആധിപത്യമുള്ള രാശിയാണ്. അപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ സൂര്യനും ബുധനുമാണ്. ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇവർ രണ്ടുപേരും ബന്ധുക്കളാണ്. സൂര്യനും ബുധനും ബന്ധുക്കളാണ്. അതുകൊണ്ട് ലഗ്നത്തിൽ, അതായത് ശരീരത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല, ശരീരത്തിന് വലിയ രോഗങ്ങളൊന്നുമില്ലാതെ അങ്ങ് പോകും. അഥവാ രോഗങ്ങളുണ്ടെങ്കിൽ തന്നെ അത് ചെറിയ എന്തെങ്കിലും രോഗങ്ങളായിട്ട് അങ്ങ് മാറും. ഗൗരവതരമായിട്ടുള്ള രോഗങ്ങളില്ല എന്ന് പറയണം. 2ാം ഭാവം ധനഭാവമാണ്. അതുപോലെ കുടുംബമൊക്കെയാണ്. ഭർത്തവ്യം ഭരിക്കപ്പെടേണ്ടവർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഭരിക്കപ്പെടേണ്ടവർക്കും വലിയ കുഴപ്പമൊന്നുമില്ല. ശിഖി നിൽക്കുന്നുണ്ടെങ്കിലും അതും ശിഖി വലിയ കുഴപ്പമൊന്നുമില്ല. ശിഖിയും ചൊവ്വയും ഒരുപോലെയാണെന്ന് പറയാം. ബന്ധുക്ഷേത്രത്തിലായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ
ധനകാര്യങ്ങൾക്കും അതുപോലെ കുടുംബത്തിനും വലിയ പ്രശ്നങ്ങളില്ലാതെ അങ്ങ് നീങ്ങിപ്പോകും. ഇനി മൂന്നാം ഭാവം എന്ന് പറയുന്നത് ഇവിടെ കന്നിയാണ്. മൂന്നാം ഭാവം ധൈര്യം, വീര്യം, ദുർബുദ്ധി, സഹോദര പരാക്രമം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും നിൽക്കുന്നത് ഇവിടെ ചൊവ്വയാണ്. അതുപോലെ ചിലപ്പോൾ പിണങ്ങാനും സാധ്യതയുണ്ട് എന്ന് പറയാം. അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് അവർക്ക് സംസാരത്തിലും പെരുമാറ്റത്തിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് പോകേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ വാക്കിലോ പ്രവൃത്തിയിലോ അബദ്ധങ്ങൾ വന്നിട്ട് ഒരു പിണക്കം ഉണ്ടാവാൻ പാടില്ല. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. അടുത്തത് നാലാം ഭാവം വരുന്നത് ശുക്രൻ്റെ ഭാവമാണ്. തുലാമാണ് ശുക്രൻ നിൽക്കുന്നത്. മിഥുനത്തിലാണ്, ബന്ധുക്ഷേത്രത്തിലാണ്. നാലാം ഭാവം ഞാൻ ആദ്യം പറഞ്ഞ മാതിരി പരദൈവങ്ങളുടെയും മാതാവിൻ്റെയും മാതുരൻ്റെയും ഒക്കെ സ്ഥാനമാണ്. അവർക്കൊക്കെ വലിയ കുഴപ്പമില്ലാതെ നന്നായിട്ടുള്ള ആരോഗ്യസ്ഥിതിയും ഒക്കെ ജീവിത സാഹചര്യമൊക്കെ ഉള്ള ഒരു അവസ്ഥയാണ്. പരദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. ഇനി അഞ്ചാം ഭാവം വരുന്നത് വൃശ്ചികമാണ്. അഞ്ചാം ഭാവം വരുന്നത് ബുദ്ധി, സന്തതി, പൂർവ്വപുണ്യം തുടങ്ങിയവയൊക്കെയാണ്. അപ്പോൾ ബുദ്ധി, മനസ്സ്, സന്തതി തുടങ്ങിയ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന അഞ്ചാം ഭാവത്തിൻ്റെ അധിപൻ ചൊവ്വയാണ്. ആ ചൊവ്വ ഇപ്പോൾ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നുണ്ട്. ചെറുതായിട്ട് എടുത്തുചാട്ടങ്ങളോ അല്ലെങ്കിൽ ആരും പറഞ്ഞാൽ കേൾക്കാത്ത ഒരവസ്ഥ കൊണ്ട് വരുന്നതായ അബദ്ധങ്ങളോ വരാം. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ എനിക്ക് അത് കേൾക്കാൻ ഉള്ള മനസ്സ് കാണിക്കാതെ എന്തെങ്കിലും അബദ്ധങ്ങൾ ചാടിയിട്ട് അബദ്ധങ്ങൾ വരുന്ന സാമ്പത്തിക നഷ്ടമോ മറ്റെന്തെങ്കിലും അബദ്ധങ്ങളോ വരാവുന്ന ഒരു സാഹചര്യമുണ്ട്. ആ കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. ഇനി ആറാം ഭാവം വരുന്നത് ധനുവാണ്. ആറാം ഭാവത്തിൻ്റെ അധിപൻ ആയിട്ടുള്ള വ്യാഴം നിൽക്കുന്നത് ഇപ്പോൾ ശത്രുക്ഷേത്രമായിട്ടുള്ള മിഥുനത്തിലാണ്. അപ്പോൾ ആറാം ഭാവം നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. ആറാം ഭാവം ശത്രുക്കൾ, കള്ളന്മാർ, തടസ്സം, ആയുധം കൊണ്ടുള്ള മുറിവ് അല്ലെങ്കിൽ ആയുധം കൊണ്ടുള്ള മരണം, ഈ രണ്ടിനെയും ആറാം ഭാവം പറയും. അപ്പോൾ ഇതൊക്കെ ഭാവം വരുന്നത് കുംഭമാണ്. അതിൻ്റെയും അധിപൻ ഈ ഏഴാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ശനി തന്നെയാണ്. ആ ശനി സമക്ഷേത്രത്തിലായതുകൊണ്ട് വലിയ കുഴപ്പമില്ല, ആയുസ്സിന് വലിയ കുഴപ്പമില്ല. ആയുസ്സ്, രോഗം, മരണമൊക്കെയാണ് ഈ എട്ടാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത്. അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ടതായ കാര്യമില്ല. എട്ടാം ഭാവത്തിൽ ഇതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. അടുത്തത് ഒമ്പതാം ഭാവം ഇവിടെ കർക്കിടക രാശിക്കാർക്ക് ഒമ്പതാം ഭാവം വരുന്നത് മീനം രാശിയാണ്. ആ മീനരാശിയുടെ അധിപനായിട്ടുള്ള വ്യാഴം നിൽക്കുന്നത് മിഥുനക്ഷേത്രത്തിലാണ്, ശത്രുക്ഷേത്രത്തിലാണ്. അതുപോലെ ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയാണ്. ഇതുകൊണ്ട് ഭാഗ്യത്തിനും ധനത്തിനും അതുപോലെ പിതൃപ്രീതിക്കൊക്കെ ചെറുതായ മങ്ങലേൽക്കും എന്ന് പറയണം. അതുകൊണ്ട് ഇവിടെ ശനിയെയും വ്യാഴത്തിനെയും പ്രീതിപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ സ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള വ്യാഴത്തിനെയും ആ സ്ഥാനത്ത് നിൽക്കുന്നതായിട്ടുള്ള ശനിയെയും പ്രീതിപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി അടുത്തത് പത്താം ഭാവം വരുന്നത് മേടമാണ്. മേടത്തിൻ്റെ അധിപൻ നമ്മൾ പറഞ്ഞു ചൊവ്വയാണ്. ആ ചൊവ്വ ഇപ്പോൾ ശത്രുക്ഷേത്രത്തിൽ നിൽക്കാറുണ്ട്. ഇവിടെ പത്താം ഭാവം എന്നുള്ളത് കർമ്മത്തിൻ്റെ ഭാവമാണ്. അപ്പോൾ കർമ്മത്തിൽ എന്തെങ്കിലും ചൊവ്വ ദുർബുദ്ധിയുടെ കാരകൻ കൂടിയാണ്, ശത്രുക്ഷേത്രത്തിലുമാണ്. നമ്മളുടെ എടുത്തുചാട്ടം കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ദുർബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും തട്ടിക്കയറിയത് കൊണ്ട് നമുക്ക് ജോലി എന്തെങ്കിലും നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെയധികം
വാക്കിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം, പെരുമാറ്റത്തിലൊക്കെ ജോലി സംബന്ധമായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അബദ്ധങ്ങൾ പറ്റിയിട്ട് ജോലി നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവരുത്. അടുത്ത 11ാം ഭാവം ശുക്രൻ്റെ ക്ഷേത്രമാണ്, ഇടവമാണ്. ശുക്രൻ നിൽക്കുന്നത് മിഥുനത്തിലാണ്. അപ്പോൾ 11ാം ഭാവം വളരെ അനുകൂലമാണ്. ശുക്രൻ ബന്ധുക്ഷേത്രം നിൽക്കൊണ്ട് നേട്ടങ്ങളുണ്ടാവും, സാമ്പത്തിക നേട്ടങ്ങളുണ്ടാവും എന്ന് പറയണം. അടുത്ത 12ാം ഭാവം മിഥുനം. ആ മിഥുനത്തിൽ വ്യാഴവും ശുക്രനും നിൽക്കുകയാണ്. ആ 12ാം ഭാവത്തിൻ്റെ അധിപൻ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നുള്ളൊരു ഫലമാണ് അവിടെ കിട്ടുക. 12ാം ഭാവത്തിൻ്റെ അധിപൻ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ടും ബുധൻ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ടും, എന്നാൽ 12ാം ഭാവത്തിൽ വ്യാഴവും ശുക്രനും നിൽക്കുന്നതുകൊണ്ടും ഒരു സാമ്പത്തിക നേട്ടവുമില്ല, എന്നാൽ വലിയ നഷ്ടവുമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഫലമാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത്. ഈ കർക്കിടക കൂറിൽപ്പെടുന്നവർക്ക് ലഭിക്കാൻ പോകുന്നത്. അടുത്തത് ചിങ്ങക്കൂറ്. മകവും പൂരവും ഉത്രത്തെക്കാലും പെടുന്നതാണ് ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറുകാർക്ക് അധിപൻ സൂര്യനാണ്. ആ സൂര്യൻ ഇപ്പോൾ 12-ലാണെങ്കിലും അത് ബന്ധുക്ഷേത്രത്തിലാകയാൽ വലിയ കുഴപ്പമില്ല. ഇത് 17-ാം തീയതി കഴിഞ്ഞാൽ ആ സൂര്യൻ സ്വക്ഷേത്രത്തിലേക്ക് വരുന്നു. അപ്പോൾ അവിടെ നല്ല ഫലങ്ങളുണ്ടാകുന്നു, ശരീരത്തിനൊക്കെ സുഖമുണ്ടാകുന്നു. നേരത്തെ പറഞ്ഞ പോലെ ശിഖി ഉണ്ടെങ്കിലും ആ ശിഖി ബന്ധുക്ഷേത്രമായതുകൊണ്ട് വലിയ കുഴപ്പം ചെയ്യില്ല. അതുപോലെ ചിങ്ങത്തിൻ്റെ അടുത്ത ഭാവം 2ാം ഭാവം, അതായത് കന്നി. ആ കന്നിയുടെ അധിപൻ ശത്രുക്ഷേത്രത്തിൽ നിൽക്കയാലും, അതുപോലെ കന്നിയുടെ അധിപനായിട്ടുള്ള ബുധൻ ചിങ്ങത്തിലേക്ക് വരാൻ ഈ ആഗസ്റ്റ് മാസം കഴിയണം. ആഗസ്റ്റ് മാസത്തിൻ്റെ അവസാനം 30-ാം തീയതിയാണ്. അപ്പോൾ അതുവരെയുള്ള ഫലം 12-ൽ നിൽക്കൊണ്ടും ശത്രുക്ഷേത്രം നിൽക്കൊണ്ടും, അതുപോലെ 2ാം ഭാവത്തിൽ ശത്രുക്ഷേത്രത്തിൽ ചൊവ്വ നിൽക്കുകകൊണ്ടും ധനപരമായിട്ട് വലിയ ഗുണമില്ല. ധനപരമായിട്ട് നഷ്ടങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ധനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചേ പാടും. ചിങ്ങം രാശിക്കാർ, മകം പൂരം ഉത്രത്തിൽക്കാല്, ഇവർ ധനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാൽ പോലും കുടുംബ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ധനം ചിലവാകാൻ യോഗമുണ്ട്. അത് പിന്നെ അങ്ങനെ കുടുംബത്തിന് വേണ്ടി ചിലവാക്കിയതാണ്. പക്ഷേ എങ്കിലും അബദ്ധത്തിൽ എന്താ പറയുക, അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ വല്ലവരുടെയും വാക്കിനെ വിശ്വസിച്ചോ ഒന്നും പൈസ ചിലവാക്കരുത്. ഈ കാലത്ത് ആ പൈസ നഷ്ടമായി കലാശിക്കും. അതുകൊണ്ട് ധനപരമായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറയാം. അടുത്തത് 3ാം ഭാവം. 3ാം ഭാവം വരുന്നത് തുലാമാണ്. തുലാം വരുന്നത് ശുക്രൻ്റെ ആധിപത്യമുള്ള രാശിയാണ്. ആ ശുക്രൻ നിൽക്കുന്നത് ഇവിടെ ബന്ധുക്ഷേത്രമായിട്ടുള്ള മിഥുനത്തിലാണ്. അതുകൊണ്ട് അത് വലിയ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് ഇരിക്കുന്നു. അതായത് ബന്ധുക്ഷേത്രത്തിലായതുകൊണ്ട് നമുക്ക് ഒരു മനസ്സമാധാനം കിട്ടും, എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടും, അലസതയൊക്കെ വിട്ടുമാറും. ഇനി 4ാം ഭാവം. 4ാം ഭാവം വരുന്നത് വൃശ്ചികമാണ്. വൃശ്ചികം എന്നുള്ളത് ചൊവ്വയുടെ രാശിയാണ്. ചൊവ്വ ഇപ്പോൾ നിൽക്കുന്നത് ശത്രുക്ഷേത്രത്തിലാണ്, നമ്മൾ കണ്ടു. അപ്പോൾ 4ാം ഭാവം എന്ന് പറയുന്നത് പരദൈവങ്ങളുടെയും അമ്മാവൻ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ പരദൈവങ്ങളുടെ പ്രീതി കുറവാണ് എന്ന് പറയാം. പരദൈവങ്ങളെ പരമാവധി പ്രീതിപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. മാതാവിൻ്റെയും അമ്മാവൻ്റെയും ഒക്കെ സന്തോഷത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് എന്ന് പറയാം. അതുപോലെ അടുത്ത ഭാവം 5ാം ഭാവം. 5ാം ഭാവം ധനുവാണ്. ആ ധനുവിൻ്റെ അധിപനായിട്ടുള്ള വ്യാഴം നിൽക്കുന്നത് ഇപ്പോൾ ശത്രുക്ഷേത്രത്തിലാണ്. അതുകൊണ്ട് മനസ്സ്, ബുദ്ധി, സന്തതി തുടങ്ങിയ കാര്യങ്ങളാണ് 5ാം ഭാവം കൊണ്ട് ചിന്തിക്കാനുള്ളത്. അപ്പോൾ ഇതിനൊക്കെ അല്പം മങ്ങലേൽക്കുന്ന കാലമാണ്. സന്താനങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ അത് വളരെയധികം ആദ്യം മുതൽക്കേ ശ്രദ്ധിക്കണം. അത് ചില്ലറയായിട്ട് തള്ളരുത്, നിസ്സാരമായിട്ട് തള്ളരുത്. ആദ്യം മുതൽക്കേ ശ്രദ്ധിച്ച് ചികിത്സിച്ച് മാറ്റണം. അതുപോലെ മനസ്സിനൊക്കെ ധൈര്യം സ്വയം സംഭരിക്കണം. ഒന്നിലും എടുത്തു ചാടരുത്, പോയിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
അടുത്തത് ആറാം ഭാവം. ആറാം ഭാവം എന്ന് വരുന്നത് മകരമാണ്. ആറാം ഭാവത്തിൻ്റെയും ഏഴാം ഭാവത്തിൻ്റെയും അധിപനായിട്ടുള്ള ശനി പോയി നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ്. അപ്പോൾ ആറാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ശനി അഷ്ടമശനിയായിട്ട് നിൽക്കുകയാണ് ഇവർക്ക്. അപ്പം അതുകൊണ്ട് അവർ വളരെയധികം ശനിയെ പ്രീതിപ്പെടുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അഷ്ടമശനിയായി നിൽക്കുന്നതുകൊണ്ട് ശനിയെ പ്രീതിപ്പെടുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതുപോലെ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. വാഹന അപകടമൊന്നും വരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. ഏഴാം ഭാവം വരുന്ന കുംഭം, അതും ശനിയുടെ ആധിപത്യത്തിൽ വരുന്ന രാശിയാണ്. അത് തന്നെ വലിയ കുഴപ്പമില്ലാതെ അഷ്ടമശനിയാവുണ്ട്, എന്നാൽ ചെറിയ കുഴപ്പം ഉണ്ടായതുകൊണ്ട് ജീവിതം മുന്നോട്ട് നീങ്ങും. എന്തെങ്കിലും ചെറിയ ചെറിയ വിവാഹ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തമ്മിൽ പറഞ്ഞ് തീർത്ത് ശരിയാക്കി കൊണ്ടുവരണം. അത് ഗൗരവമാവാനുള്ള വഴി ഉണ്ടാക്കരുത്. അത് ആദ്യമേ ശ്രദ്ധിക്കണം. അടുത്തത് അഷ്ടമശനി വരുന്ന മീനം രാശിയാണ്. മീനം രാശി വ്യാഴത്തിൻ്റെ രാശിയാണ്. ആ വ്യാഴം ശത്രുക്ഷേത്രത്തിൽ പോയി നിൽക്കയാലും, അത് 11-ലാണെങ്കിലും ശത്രുക്ഷേത്രത്തിൽ പോയി നിൽക്കയാലും, ശനി 8-ൽ നിൽക്കയാലും സൂക്കേടുകൾക്ക് ചാൻസ് ഉണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞ പോലെ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. വാഹനങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും, ഉപയോഗിക്കാത്തവരാണെങ്കിൽ പോലും റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒക്കെ വളരെയധികം ശ്രദ്ധിക്കണം. യാത്ര ചെയ്യുമ്പോൾ ഒക്കെ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറയാതെ തരമില്ല. അടുത്തത് 9-ാം ഭാവം മേടമാണ്. 9-ാം ഭാവം വളരെ പ്രധാനപ്പെട്ട ഭാവമാണ്. അത് പിതൃക്കൾ, ഗുരുക്കന്മാർ, ധർമ്മം, ഭാഗ്യം തുടങ്ങിയ മനുഷ്യൻ്റെ ജീവിതത്തിനെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ ഒക്കെ ഭാവമാണ്. അതും ഇവിടെ അതിൻ്റെ കാരകനും ഇവിടെ ശത്രുക്ഷേത്രം നിൽക്കിയാൽ ഇതിനൊക്കെ മങ്ങലേൽക്കും. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ കാരകനായിട്ടുള്ള വ്യാഴത്തിനെ പ്രസാദിപ്പിക്കേണ്ടത്, വിഷ്ണു ഭഗവാനെ പ്രസാദിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അടുത്തത് 10-ാം ഭാവം. 10-ാം ഭാവം ഇടവമാണ്. 10-ാം ഭാവം കർമ്മത്തിൻ്റെ ഭാവമാണ്. ആ കർമ്മകാരകൻ ബന്ധുക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. പിന്നെ അടുത്തത് 11-ാം ഭാവം മിഥുനം. മിഥുനത്തിൽ ശത്രുക്ഷേത്രസ്ഥിതനായിട്ടുള്ള വ്യാഴവും ബന്ധുക്ഷേത്രസ്ഥിതനായിട്ടുള്ള ശുക്രനും നിൽക്കുന്നു. അതുകൊണ്ട് ലാഭം എന്നുള്ളത് വലിയ തോതിൽ ഉണ്ടാവില്ലെങ്കിലും ചെറിയ തോതിൽ ലാഭമൊക്കെ ഉണ്ടാവും. ചെയ്യുന്ന കാര്യങ്ങളിൽ ചെറിയ തോതിലൊക്കെ ലാഭം ഉണ്ടാവും. വലിയ നഷ്ടങ്ങൾ വരാതെ വരും. അവസാനമായി 12-ാം ഭാവം കർക്കടകം. കർക്കടകത്തിൽ നിൽക്കുന്നത് ഇപ്പോൾ സൂര്യനും അതുപോലെ ബുധനുമാണ്. ആ 12-ാം ഭാവാധിപനെ സംബന്ധിച്ചിടത്തോളം ഇവർ രണ്ടും ബന്ധുക്കളായതുകൊണ്ട് വലിയ നഷ്ടങ്ങൾ വരാതെ, വലിയ പ്രശ്നങ്ങൾ വരാതെ അത് അവസാനിക്കും. അതുകൊണ്ട് പൊതുവേ ഇത് പറഞ്ഞാൽ ശനിയുടെ ദോഷം ഒഴിച്ചാൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ് ചിങ്ങക്കൂറുകാർക്ക് വരുന്നത്. അടുത്തത് വരുന്നു കന്നിക്കൂറ്. കന്നിക്കൂറിൻ്റെ അധിപൻ ബുധനാണ്. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിൽ മുക്കാലും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഭാഗവും, ചിത്രയിൽ അരയും എന്ന് പറയും. ഇതിൻ്റെ അധിപൻ നേരത്തെ പറഞ്ഞ പോലെ ബുധനാണ്. ആ ബുധൻ ഇപ്പോൾ നിൽക്കുന്നത് ശത്രുക്ഷേത്രത്തിലാണ്. എന്നാൽ ഇപ്പോൾ ബന്ധുവിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ശരീരത്തിൽ ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടാവുമെന്ന് പറയണം. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ലഗ്നത്തിൽ ശത്രുക്ഷേത്രത്തിൽ ചൊവ്വ നിൽക്കയാൽ അതും കൂടെ ഉണ്ടാവുകൊണ്ട് അസുഖങ്ങൾ വന്നാൽ ആദ്യമേ ചികിത്സിക്കണം. അത് നിസ്സാരമാണ്, അത് കുഴപ്പമില്ല, നാളെ മാറും എന്നൊന്നും വിചാരിച്ചിരിക്കരുത്. ആദ്യമേ അസുഖങ്ങൾ വരുമ്പോൾ ചികിത്സിച്ച് മാറ്റണം എന്ന് പറയാം. അതുപോലെ 2-ാം ഭാവം വരുന്നത് തുലാമാണ്. തുലാത്തിൻ്റെ അധിപൻ ആയിട്ടുള്ള ശുക്രൻ 2-ാം ഭാവത്തിൽ മിഥുനത്തിൽ നിൽക്കയാൽ, 2-ാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ശുക്രൻ മിഥുനത്തിൽ നിൽക്കയാൽ, ബന്ധുക്ഷേത്രത്തിൽ നിൽക്കയാൽ ധനപരമായിട്ടൊക്കെ നല്ല കാര്യമാണ്. ധനപരമായിട്ട് ലാഭം ഉണ്ടാകുന്ന സമയമാണ്. 3-ാം ഭാവം വൃശ്ചികം. 3-ാം ഭാവം
ത്തിൻ്റെ അധിപനായിട്ടുള്ള ചൊവ്വ 3-ാം ഭാവത്തിൻ്റെ കാരകൻ കൂടിയാണ്. ഇവിടെ അതുകൂടിയുണ്ട്. 3-ാം ഭാവം ധൈര്യം, വീര്യം ച ദുർബുദ്ധി, സഹോദര പരാക്രമ എന്നാണ് പറയുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരകനാണ് ചൊവ്വ. 3-ാം ഭാവത്തിൻ്റെ കാരകനാണ് ചൊവ്വ. അപ്പോൾ കാരകത്വം വന്നാൽ ദോഷമുണ്ട് എന്ന് പറയുന്നതുകൊണ്ട് ഈ കന്നിരാശിക്കാർക്ക് സഹോദരന്മാരിൽ നിന്ന് വലിയ ഇത് പ്രതീക്ഷിക്കേണ്ട. എന്തെങ്കിലും ചെറിയ ചെറിയ ശല്യങ്ങളും പ്രതീക്ഷിക്കാം, ഉപദ്രവങ്ങളും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധാപൂർവ്വം സഹോദരന്മാരിൽ നിന്ന് ഒക്കെ വളരെയധികം ശ്രദ്ധാപൂർവ്വം ഇരിക്കേണ്ടതായൊരു സമയമാണ്. അതുപോലെ അവനവൻ്റെ ദുർബുദ്ധിയും തന്നെ, ആ ദുർബുദ്ധിയുടെ രാശിയും കൂടിയാണത്. വൃശ്ചികം എന്ന് പറഞ്ഞാൽ ദുർബുദ്ധിക്കാരനായിട്ടുള്ള ചൊവ്വയുടെ രാശിയും കൂടിയാണ്. അപ്പോൾ അവനവൻ്റെ ആധിപത്യമുള്ള സമയത്ത് ദുർബുദ്ധിയൊക്കെ ചിലപ്പോൾ കുറച്ച് കൂടും. എന്തെങ്കിലും ഇത് ആരെങ്കിലും പറഞ്ഞത് കേൾക്കാതെ ഒരു മത്സരബുദ്ധി പ്രകാരം എന്തെങ്കിലും എടുത്ത് ചാടിയ അബദ്ധങ്ങൾ വരാം. അത് വളരെയധികം ശ്രദ്ധിക്കണം. അടുത്തത് 4-ാം ഭാവം ധനു. ഈ 4-ാം ഭാവം ധനുവിൻ്റെ അധിപതി വ്യാഴമാണ്. വ്യാഴം ശത്രുക്ഷേത്രം നിൽക്കുകയുണ്ട്. പരദൈവങ്ങളുടെ അപ്രീതി ഉണ്ട് എന്ന് പറയണം. അതുപോലെ മാതാവിനും മാതുലനുമൊക്കെ അമ്മാവനുമൊക്കെ ചെറുതായിട്ട് അസുഖങ്ങളുണ്ട് എന്ന് പറയണം. അതിനൊക്കെ പ്രതിവിധി കാണേണ്ടതാണ്. വിഷ്ണുഭജനം വളരെ അത്യാവശ്യമാണ്. അടുത്തത് 5-ാം ഭാവം മകരം. 5-ാം ഭാവത്തിൻ്റെയും 6-ാം ഭാവത്തിൻ്റെയും അധിപനായിട്ടുള്ള ശനി നിൽക്കുന്നത് 7-ാം ഭാവത്തിലാണ്. അപ്പോൾ ആ ശനി സമക്ഷേത്രത്തിലായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാൽ അതേ സമയത്ത് തന്നെ കണ്ടകശനിയാണ്. കണ്ടകശനി ആയതുകൊണ്ട് അതും വളരെയധികം ശ്രദ്ധിച്ചേ പറ്റൂ. കണ്ടകശനി ദോഷം ചെയ്യുന്നതാണ്. സാധാരണ രീതിയിൽ ബന്ധുക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനി, സമക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനി ദോഷം ചെയ്യില്ലെങ്കിൽ ഇവിടെ കണ്ടകനായി ഭവിക്കയാൽ ആ ശനിയുടെ ദോഷത്തിൻ്റെ അംശം ഈ 6-ാം ഭാവത്തിലേക്ക് 7-ാം ഭാവത്തിലേക്ക് എടുക്കും. കന്നിരാശിക്കാർക്ക് 7-ാം ഭാവത്തിൽ ശനി നിൽക്കയാൽ കണ്ടകശനിയാണ്. അത് ശനിപ്രീതി വളരെ അത്യാവശ്യമാണ്. 8-ാം ഭാവാധിപൻ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നു ചൊവ്വ. 9-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 10-ാം ഭാവത്തിൽ ബന്ധുക്ഷേത്രത്തിൽ നിൽക്കുന്നു. 11-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ശത്രുക്ഷേത്രത്തിൽ കർക്കടത്തിൽ നിൽക്കുന്നു. 11-ാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ്റെ സ്ഥിതിയല്ല നമ്മൾ നോക്കേണ്ട. 11-ാം ഭാവത്തിൽ ആര് നിൽക്കുന്നു എന്നാണ് നോക്കേണ്ടത്. അവിടെ 11-ാം ഭാവത്തിൽ ബുധനും സൂര്യനുമാണ് നിൽക്കുന്നത്. അത് രണ്ടുപേരും ബന്ധുക്കളായതുകൊണ്ട് സ്ഥിതി അനുകൂലമാണ്. 12-ാം ഭാവമായിട്ടുള്ള ചിങ്ങത്തിൽ ഇപ്പോൾ ശിഖിയാണ് നിൽക്കുന്നത്. പക്ഷേ അല്പ ദിവസം കഴിഞ്ഞാൽ സൂര്യൻ സ്വക്ഷേത്ര ബലവാനായിട്ട് അങ്ങോട്ട് വരുന്നതുകൊണ്ട് അവിടെയും വലിയ കുഴപ്പമില്ലാതെ വരുന്നു. അപ്പോൾ അവിടെ കന്നി രാശിക്കാർക്ക് ചെറിയ ചെറിയ ദോഷങ്ങൾ ഒഴിച്ചാൽ വലിയ ഗുണങ്ങളുണ്ട് എന്ന് പറയാം. അടുത്തത് തുലാം രാശി. തുലാം രാശിയുടെ അധിപൻ ശുക്രനാണ്. ആ ശുക്രൻ നിൽക്കുന്നത് 9-ാം ഭാവത്തിലാണ്. അത് അനുകൂലമാണ്. രണ്ടാം ഭാവത്തിൻ്റെ അധിപൻ ചൊവ്വയാണ്. ചൊവ്വ ശത്രുക്ഷേത്രത്തിൽ 12-ൽ നിൽക്കുന്നു. 3-ാം ഭാവത്തിൻ്റെ അധിപൻ വ്യാഴമാണ്. 4-ാം ഭാവത്തിൻ്റെയും 5-ാം ഭാവത്തിൻ്റെയും അധിപൻ ആയിട്ടുള്ള ശനി 6-ാം ഭാവത്തിൽ മീനത്തിൽ നിൽക്കുന്നു. 7-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 12-ൽ നിൽക്കുന്നു. 8-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 9-ൽ പോയി നിൽക്കുന്നു. 9-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 10-ൽ നിൽക്കുന്നു. 10-ൽ ബുധനും സൂര്യനും നിൽക്കുന്നു. 11-ൽ ശിഖി നിൽക്കുന്നു. 12-ൽ ശത്രുക്ഷേത്രത്തിനായിട്ടുള്ള ചൊവ്വ നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് ചൊവ്വയെ പ്രീതിപ്പെടുത്തേണ്ടത്, ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ വ്യാഴത്തിനെയും പ്രീതിപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അടുത്തത് വൃശ്ചികം രാശി. ലഗ്നാധിപനായിട്ടുള്ള ചൊവ്വ 11-ൽ നിൽക്കുന്നു. 2-ാം ഭാവാധിപനായിട്ടുള്ള വ്യാഴം ശത്രുക്ഷേത്രത്തിൽ മിഥുനത്തിൽ നിൽക്കുന്നു. 3-ാം ഭാവാധിപനും 4-ാം ഭാവാധിപനുമായിട്ടുള്ള ശനി 5-ാം ഭാവത്തിൽ നിൽക്കുന്നു. 5-ാം ഭാവാധിപനായിട്ടുള്ള മീനത്തിൽ നിൽക്കുന്നു. 6-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ശത്രുക്ഷേത്രത്തിൽ 11-ൽ നിൽക്കുന്നു.
ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ എട്ടാം ഭാവത്തിൽ നിൽക്കുന്നു. ഇവിടെ ശുക്രൻ എട്ടാം ഭാവത്തിൽ നിന്നാലും വലിയ കുഴപ്പമില്ല. സാധാരണ പല ഗ്രഹങ്ങളും എട്ടാം ഭാവത്തിൽ നിന്നാൽ ദോഷം ചെയ്യുമെങ്കിലും ശുക്രനും ബുധനും എട്ടാം രാശിയിൽ നിന്നാൽ വലിയ കുഴപ്പം ചെയ്യില്ല എന്ന് പറയും. അപ്പോൾ ഇവിടെ അത് വലിയ കുഴപ്പമില്ലാതെ വരുന്നു. അതുപോലെ ഒമ്പതാം ഭാവം വരുന്നത് കർക്കടകമാണ്. ആ കർക്കടകം രാശിയിലെ സൂര്യനും പത്താം ഭാവമായിട്ടുള്ള ചിങ്ങത്തിൻ്റെ അധിപൻ സൂര്യനാണ്. ആ സൂര്യൻ ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്നു. 11ാം ഭാവത്തിൽ ശത്രുക്ഷേത്രസ്ഥിതനായിട്ടുള്ള ചൊവ്വയാണ് നിൽക്കുന്നത്. 11ാം ഭാവാധിപനും ഇപ്പോൾ ശത്രുക്ഷേത്രത്തിലാണുണ്ട്. വലിയ ലാഭങ്ങൾ പ്രതീക്ഷിക്കേണ്ട. 12ാം ഭാവമായിട്ടുള്ള തുലാം, അതിൻ്റെ അധിപൻ ബന്ധുക്ഷേത്രത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് വലിയ നഷ്ടങ്ങളും പ്രതീക്ഷിക്കേണ്ട. ഇവിടെയും തന്നെ വ്യാഴത്തിനെ പ്രസാദിപ്പിക്കേണ്ടത്, വിഷ്ണു ഭഗവാനെ പ്രസാദിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഭദ്രകാളിയെ പ്രസാദിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അടുത്തത് ധനുരാശിയിൽ അധിപൻ വ്യാഴം നിൽക്കുന്നത് 7ാം ഭാവത്തിൽ ശത്രുക്ഷേത്രസ്ഥിതനായിട്ടാണ്. അപ്പോൾ 7ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് വിവാഹം തുടങ്ങിയ കാര്യമാണ്. അപ്പോൾ വിവാഹം തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ നടക്കാൻ, ഈ ധനുരാശിക്കാർക്ക് വിവാഹം കഴിയാത്തവർക്ക് ഇപ്പോൾ വിവാഹം നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമാണ്. അതുപോലെ വിവാഹം കഴിഞ്ഞവർക്ക് ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളുണ്ടാവും. അതൊക്കെ പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ 2ാം ഭാവം ശനിയാണ്. 2ാം ഭാവം ശനിയാണ്. ശനി ഇവിടെ 4ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. പരദൈവങ്ങളുടെ ഭാവത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ അത് കണ്ടകശനി ആയതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. ശനിയെ പ്രീതിപ്പെടുത്താനുള്ള ശാസ്ത്രപൂജ, നീരാജനം ചെയ്യൽ, അതുപോലെ ശാസ്ത്ര ക്ഷേത്ര ദർശനം തുടങ്ങിയ കാര്യങ്ങൾ, ശനിയാഴ്ച വ്രതം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ 5ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ശത്രുക്ഷേത്രത്തിലാണ്. മനസ്സിൻ്റെ കാര്യകാരനായിട്ടുള്ള ചൊവ്വ ശത്രുക്ഷേത്രത്തിലാണ്. 6ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ബന്ധുക്ഷേത്രത്തിലാണ്. 7ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ശത്രുക്ഷേത്രത്തിലാണ്. പക്ഷേ 7ാം ഭാവത്തിൽ നിൽക്കുന്നു വ്യാഴവും ശുക്രനും. 8ാം ഭാവം വരുന്നത് കർക്കടകമാണ്. കർക്കടകത്തിൽ 8ാം ഭാവത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് മരണം, ആയുസ്, രോഗം തുടങ്ങിയവയാണ്. അവിടെ ആദിത്യനും ബുധനും നിൽക്കുന്നുണ്ട്. വലിയ കുഴപ്പമില്ല. രോഗങ്ങൾ വലിയ കാര്യമായിട്ട് ഇല്ല എന്ന് പറയണം. അതുപോലെ അടുത്തത് 9ാം ഭാവം. 9ാം ഭാവം വരുന്നത് ചിങ്ങമാണ്. ആ ചിങ്ങം രാശിയിലും തന്നെ ശനി നിൽക്കുന്നുണ്ടെങ്കിലും ഉടനെ തന്നെ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കുന്നതുകൊണ്ട് അവിടെയും വലിയ ദോഷമില്ലാതെ കഴിഞ്ഞുവിടും. 9ാം ഭാവത്തിന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വലിയ ദോഷമില്ലാതെ കഴിഞ്ഞുവിടും. അതുപോലെ 10ാം ഭാവം വരുന്നത് കന്നിയാണ്. കന്നിയിൽ ചൊവ്വ നിൽക്കുകയാണ്. അപ്പോൾ 10ാം ഭാവം എന്ന് പറയുന്നത് കർമ്മമാണ്. കർമ്മ മേഖലയിൽ പ്രശ്നങ്ങൾ നേരിടും. അത് വളരെയധികം ശ്രദ്ധിക്കണം. 11ാം ഭാവാധിപൻ ശുക്രൻ നിൽക്കുന്നത് ബന്ധുക്ഷേത്രം ആയതുകൊണ്ട് 11ാം ഭാവം ലാഭം ഉണ്ടാകുന്ന കാലമാണ്. 12ാം അധിപനായിട്ടുള്ള ചൊവ്വ നിൽക്കുന്നത് ശത്രുക്ഷേത്രമായതുകൊണ്ട് നഷ്ടം ഉണ്ടാകുന്ന കാലമാണ്. അപ്പോൾ ലാഭവും നഷ്ടവും ഉണ്ടാകുന്ന കാലമാണെന്ന് പറഞ്ഞാൽ ഈ ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും ഒരു സമ്മിശ്രമായ ഫലമേ ഉണ്ടാവുള്ളൂ. ചില കാര്യങ്ങളിൽ നഷ്ടം ഉണ്ടാവും, ചില കാര്യങ്ങളിൽ ലാഭവും ഉണ്ടാവും. അപ്പോൾ അത് ഏത് അവനവന് ലാഭം, ഏത് അവനവന് നഷ്ടം എന്ന് ചിന്തിച്ചതിന് ശേഷമേ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാവൂ എന്ന് ഫലം. അടുത്തത് മകരരാശി ശനിയുടെ രാശിയാണ്. ലഗ്നാധിപനും 2ാം ഭാവാധിപനും ശനിയാണ്. ആ ശനി 3ാം ഭാവത്തിൽ നിൽക്കുന്നു. ശനി 3ൽ നിൽക്കുന്നത് നല്ലതാണ്. ശനി 3ൽ നിന്നാൽ ദീർഘായുസ് എന്ന് പറയും. അത് ശനി നിൽക്കുന്നത് സമക്ഷേത്രത്തിലും ആയതുകൊണ്ട് ദോഷമൊന്നുമില്ല. വലിയ അസുഖങ്ങളുമില്ല. അതുപോലെ സാമ്പത്തികമായിട്ടും വലിയ കുഴപ്പങ്ങളില്ല. ചൊവ്വ നിൽക്കുന്നത് ഇവിടെ 9ാം ഭാവത്തിലാണ്. അടുത്ത ക്ഷേത്രത്തിൻ്റെ അധിപനായിട്ടുള്ള
അതായത് മേടത്തിൻ്റെ അധിപനായിട്ടുള്ള ചൊവ്വ നിൽക്കുന്നത് 9ാം ഭാവത്തിലായതുകൊണ്ട് ശത്രുക്ഷേത്രത്തിലാണെങ്കിലും 9ാം ഭാവമായതുകൊണ്ട് വലിയ കുഴപ്പമില്ല, എന്നാൽ ചെറിയ കുഴപ്പങ്ങളുണ്ട്. ഇനിയും പിതൃക്കളെയും ഒക്കെ ഒന്ന് പ്രീതിപ്പെടുത്തണം, പരദൈവങ്ങളെയും പ്രീതിപ്പെടുത്തണം. അതുപോലെ അടുത്ത ഭാവമായിട്ടുള്ള ഇടവത്തിൻ്റെ അധിപൻ നിൽക്കുന്നത് ബന്ധുക്ഷേത്രത്തിലായതുകൊണ്ട് 5ാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ശുക്രൻ ബന്ധുക്ഷേത്രത്തിൽ നിൽക്കുകൊണ്ട് അതും വലിയ കുഴപ്പമില്ല. മനസ്സിനൊക്കെ ധൈര്യം കിട്ടും, സന്തതികൾക്കൊക്കെ ഗുണമുണ്ടാവും. 6ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ശത്രുക്ഷേത്രത്തിലാണെങ്കിലും 6ാം ഭാവത്തിൽ ശുക്രനും വ്യാഴവും നിൽക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ, വലിയ സൂക്കടില്ലാതെ അങ്ങനെ അങ്ങ് പോവും. 7ാം ഭാവം കർക്കിടകമാണ്. 7ാം ഭാവത്തിൽ ആദിത്യനും ബുധനും നിൽക്കുന്നു. 7ാം ഭാവം കൊണ്ട് കളഞ്ഞു പോയ മുതലെന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. അടുത്തത് 8ാം ഭാവം. 8ാം ഭാവം ചിങ്ങമാണ്. ചിങ്ങവും ഇപ്പോൾ ശിഖി നിൽക്കുന്നുണ്ടെങ്കിലും അവിടേക്ക് സൂര്യൻ്റെ പ്രവേശം കൂടി ആകുമ്പോൾ, ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ സൂര്യൻ്റെ പ്രവേശം കൂടി ആകുമ്പോൾ അവിടെ ഗുണഫലം ചെയ്യും. ഇനി 9ാം ഭാവം. 9ാം ഭാവം എന്നും പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4ാം ഭാവാധിപനാണ് 9ാം ഭാവത്തിൽ പോയി നിൽക്കുന്നത്. 9ാം ഭാവം ധനം, ഭാഗ്യം, പിതൃപ്രീതി, ഗുരുപ്രീതി തുടങ്ങിയവയ്ക്കുള്ള സ്ഥാനമാണ്. ആ സ്ഥാനം ഒന്നുകൂടി പ്രീതിപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. 10ാം ഭാവം തൊഴിലിൻ്റെ ഭാവമാണ്. 10ാം ഭാവാധിപൻ മിഥുനക്ഷേത്രത്തിൽ ബന്ധുക്ഷേത്രത്തിൽ നിൽക്കിയാൽ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. തൊഴിലിൽ അഭിവൃദ്ധിയും സൽപ്പേരും ഒക്കെ ഉണ്ടാവും. അടുത്തത് 11ാം ഭാവം വൃശ്ചികം. 11ാം ഭാവാധിപൻ 9ാം ഭാവത്തിൽ ശത്രുക്ഷേത്രത്തിൽ നിൽക്കിയാൽ 11ാം ഭാവം കൊണ്ടും വലിയ ദോഷവും വലിയ ലാഭവും ഇല്ലാതെ സാമ്പത്തികമായ കാര്യങ്ങൾ ഒക്കെ നടന്നു പോകും. 12ാം ഭാവാധിപൻ വ്യാഴമാണ്. ആ വ്യാഴം ഇപ്പോൾ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുകയാണ്. എങ്കിലും ശുഭക്ഷേത്രമായതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ അതും അങ്ങ് പോകും. ഇവരെ പ്രീതിപ്പെടുത്താനുള്ളത് വ്യാഴത്തിനെയും അതുപോലെ ഭദ്രകാളി തന്നെയാണ്. വിഷ്ണുവിനെയും ഭദ്രകാളിയും തന്നെയാണ് ഇവരും പ്രീതിപ്പെടുത്താനുള്ളത്.